നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് ഇരിക്കൂർ. ഇരിക്കൂറിൽ 1982 മുതൽ കെ.സി. ജോസഫ് തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ സജീവ് ജോസഫ് ഇവിടെ മത്സരിച്ചു, സ്ഥാനാർത്ഥിയായി വിജയിച്ചു. ഇത്തവണ സജീവ് ജോസഫും ഇടതുപക്ഷത്തെ മാത്യു കുന്നപ്പള്ളിയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. യു.ഡി.എഫിന് ആധിപത്യ മണ്ഡലമാണ് ഇരിക്കൂർ എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് ഇരിക്കൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കൂറിലെ പോരാട്ടത്തെ ഇടതുപക്ഷവും കുറച്ചു കാണുന്നില്ല. തങ്ങളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ കൃത്യമായ പ്രവർത്തനം നടത്തി ഈ തെരഞ്ഞെടുപ്പിനകത്ത് നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷവും നടത്തുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിയാണ്. സജീവ് ജോസഫ് തന്നെയാണ് രണ്ടാമതും ഇരിക്കൂറിലെ യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് ശക്തമായ ഇടതുമുന്നേറ്റമായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന് ഭരണത്തുടർച്ച ലഭിച്ച തെരഞ്ഞെടുപ്പ്. കണ്ണൂരിലാകട്ടെ ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ 9 എണ്ണവും വിജയിച്ചു കയറിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ. യു.ഡി.എഫ് 2 സീറ്റിലൊതുങ്ങി. ഇരിക്കൂറും പേരാവൂരും. ഇടതു തരംഗത്തിനിടയിലും വോട്ടുറപ്പിന്റെ കരുത്തിൽ യു.ഡി.എഫിന് പിടിച്ചു നിൽക്കാനായ 2 മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ വിജയിച്ച അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തന്നെയാണ് ഇത്തവണയും യു.ഡി.എഫ് സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗമായ അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. 2 മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ്. പരമ്പരാഗതമായി യു.ഡി.എഫ് വിജയിക്കുന്ന മണ്ഡലമാണ് ഇരിക്കൂർ. എൽ.ഡി.എഫ് ആകട്ടെ പോരാട്ടത്തിൽ പിറകിലുമല്ല. ഏതു വിധേനയും വിജയം ലക്ഷ്യം കണ്ടുള്ള പ്രവർത്തനം. കഴിഞ്ഞ തവണ ആദ്യമായി മത്സരിച്ച സജീവ് ജോസഫ് 12,297 വോട്ടിനാണ് വിജയിച്ചത്. ആകെ നേടിയത് 76,764 വോട്ടുകൾ. എതിരാളിയായിരുന്ന കേരള കോൺഗ്രസ് എമ്മിലെ സജി കുറ്റ്യാനിമറ്റം 64,467 വോട്ടുകളും എൻ.ഡി.എയിലെ ആനിയമ്മ ടീച്ചർ 7,825 വോട്ടുകളും നേടി. 1982 മുതൽ 2016 വരെ കെ.സി. ജോസഫായിരുന്നു ഇരിക്കൂറിനെ പ്രതിനിധീകരിച്ചത്. സജീവ് ജോസഫും അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിയും ഇത്തവണ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. എൻ.ഡി.എ സ്ഥാനാർത്ഥി കൂടി കളത്തിലിറങ്ങിയാൽ ഇരിക്കൂറിൽ പോരാട്ടം കനക്കും. നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇരിക്കൂറിൽ 2 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒപ്പം എൻ.ഡി.എ സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വരുന്നതോടുകൂടി ഇരിക്കൂറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകും. എന്ന് പറഞ്ഞാൽ 3 മുന്നണികളും ശക്തമായ നിലയിൽ പ്രവർത്തനം നടത്തുന്ന നിലയിലേക്ക് ഇരിക്കൂറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറും. ഇതിൽ വിജയം തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് യു.ഡി.എഫും അതുപോലെ തന്നെ എൽ.ഡി.എഫും. 2 മുന്നണികളും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു വരികയാണ്. ജിതിനോടൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്.